ഈ ചാനലിന്റെ വളർച്ച എന്ന് പറയുന്നത് സുഹൃത്തുക്കളെ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ സപ്പോർട്ടുമാണ്. ഒത്തിരി സുഹൃത്തുക്കൾ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സഹായിക്കുക. നമസ്കാരം, PSC ടുഡേ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. സുഹൃത്തുക്കളെ, നമ്മുടെ LDC എക്സാമിന് എത്തിക്കഴിഞ്ഞു. ഇതുവരെയും പഠിച്ചു തുടങ്ങാത്ത സുഹൃത്തുക്കൾ വിഷമിക്കേണ്ട. ഇനി നമ്മുടെ മുന്നിൽ 100 ദിവസങ്ങളുണ്ട്. സ്മാർട്ട് വേയിലൂടെ പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് LDCയുടെ റാങ്ക് ലിസ്റ്റിൽ പ്രവേശിക്കാൻ കഴിയുന്നതാണ്. സുഹൃത്തുക്കൾക്ക് ഒരു ടെൻഷനും വേണ്ട. അങ്ങനെ ഈസി ആയിട്ട് LDC ക്രാക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഒരു 100 ഡേയ്സ് ചലഞ്ച് ആരംഭിക്കുകയാണ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കേരള നവോത്ഥാന മേഖലയിൽ നിന്നും കേരള PSC 25 തവണയിൽ കൂടുതൽ ആവർത്തിച്ച ചോദ്യങ്ങളുടെ രണ്ടാം ഭാഗമാണ്. നമുക്ക് പോകാം കേരള നവോത്ഥാന മേഖലയിൽ നിന്നും കേരള PSC 25 തവണയിൽ കൂടുതൽ ആവർത്തിച്ച ചോദ്യങ്ങളിലേക്ക്. ആദ്യമായി നമുക്ക് പഠിക്കുവാനുള്ളത് അയ്യങ്കാളിയെ പറ്റിയാണ്. അയ്യങ്കാളി ജനിച്ചത് 1863 ഓഗസ്റ്റ് മാസം 28-ാം തീയതി. സുഹൃത്തുക്കൾ കൃത്യമായി ഓർക്കുക, 1863 ഓഗസ്റ്റ് മാസം 28-ാം തീയതിയാണ് അയ്യങ്കാളി ജനിച്ചത്. അയ്യങ്കാളിയുടെ ജന്മസ്ഥലം മറക്കരുത്, വെങ്ങാനൂര്. അയ്യങ്കാളിയുടെ ജന്മസ്ഥലം എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വെങ്ങാനൂരാണ്. അയ്യങ്കാളിയുടെ ജന്മഗ്രഹം അറിയപ്പെടുന്ന പേരാണ് പ്ലാവത്തറ വീട്. എന്ത് പേരല്ല അറിയപ്പെടുന്നത്? പ്ലാവത്തറ വീട്. അയ്യങ്കാളിയുടെ ജന്മസ്ഥലം അറിയപ്പെടുന്ന പേരാണ് പ്ലാവത്തറ വീട്. അയ്യങ്കാളി അന്തരിച്ച വർഷം 1941 ജൂൺ മാസം 18-ാം തീയതി. അദ്ദേഹം അന്തരിച്ച വർഷം എത്രയാണ്? 1941 ജൂൺ മാസം 18-ാം തീയതി. സാധുജന പരിപാലന സംഘത്തിന്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്ന വ്യക്തി അയ്യങ്കാളി. സാധുജന പരിപാലന സംഘം സ്ഥാപിതമായ വർഷം 1907. മറക്കരുത്, 1907 അയ്യങ്കാളി സാധുജന പരിപാലന സംഘം സ്ഥാപിക്കുന്നത്. പുലയരാജ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് അയ്യങ്കാളി. പുലയരാജ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന നവോത്ഥാന നായകനാണെന്ന് ചോദിച്ചാൽ അത് അയ്യങ്കാളിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ തൊഴിൽ നേതാവ് എന്നറിയപ്പെട്ടത് അയ്യങ്കാളി. ഇന്ത്യയിലെ ആദ്യത്തെ തൊഴിൽ നേതാവ് എന്നറിയപ്പെട്ടിരുന്ന നവോത്ഥാന നായകനാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അയ്യങ്കാളിയാണ്. ശ്രീമൂലം പ്രചാര സഭയിൽ, എവിടെയാണോ ശ്രീമൂലം പ്രചാര സഭയിൽ ആദ്യമായി തിരഞ്ഞെടുക്കപ്പെട്ട ഹരിജനായ വ്യക്തി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അയ്യങ്കാളിയാണ്. ആളിക്കത്തിയ തീപ്പൊരി എന്നറിയപ്പെട്ടിരുന്ന നവോത്ഥാന നായകനാരെന്ന് ചോദിച്ചാൽ അയ്യങ്കാളിയാണ്. LGS LDC എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന സുഹൃത്തുക്കൾ കൃത്യമായി ഈ പോയിന്റ് പഠിച്ചിരിക്കണം. ആളിക്കത്തിയ തീപ്പൊരി എന്നറിയപ്പെട്ടിരുന്ന നവോത്ഥാന നായകനാരെന്ന് ചോദിച്ചാൽ അത് അയ്യങ്കാളിയായിരുന്നു. പുലയ മഹാരാജാവ് എന്ന് അയ്യങ്കാളിയെ വിശേഷിപ്പിച്ച വ്യക്തി മഹാത്മാഗാന്ധിജിയാണ്. പുലയ മഹാരാജാവ് അല്ലെങ്കിൽ പുലയ രാജ എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ അയ്യങ്കാളിയാണ്. അങ്ങനെ പറഞ്ഞതാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മഹാത്മാഗാന്ധിജിയാണ്. ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്നറിയപ്പെടുന്നത് ആരാണ്? അയ്യങ്കാളിയാണ്. ഇങ്ങനെ വിശേഷിപ്പിച്ച വ്യക്തിയുടെ പേര് മറക്കരുത്, ഇന്ദിരാഗാന്ധി. അപ്പോ ഇന്ദിരാഗാന്ധി നമ്മുടെ അയ്യങ്കാളിയെ എന്താണ് വിളിച്ചത്? ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്നാണ്. ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റുകാരൻ EK നയനാരായിരുന്നു അയ്യങ്കാളിയെ പറ്റി ഇങ്ങനെ പറഞ്ഞത്. ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു അദ്ദേഹം. ആരാണ് ആ വ്യക്തി? അയ്യങ്കാളി. അങ്ങനെ ആരാണ് പറഞ്ഞതെന്ന് ചോദിച്ചാൽ നമ്മുടെ EK നയനാരായിരുന്നു. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളത് അയ്യങ്കാളി നടത്തിയ പ്രധാന സമരങ്ങളാണ്. അദ്ദേഹത്തിന്റെ എല്ലാ സമരങ്ങളും PSC പ്രീവിയസ് ആയി ചോദിച്ചിട്ടുള്ളതാണ്. വില്ലുവണ്ടി സമരം വർഷം 1893. വർഷം ചേർത്ത് തന്നെ പഠിക്കുക. അയ്യങ്കാളി നടത്തിയ വില്ലുവണ്ടി സമരം നടന്ന വർഷം 1893. അയ്യങ്കാളി നടത്തിയ നെടുമങ്ങാട് ചന്തലഹള നടന്ന വർഷം 1912. നെടുമങ്ങാട് ചന്തലഹള നടന്ന വർഷം 1912. കല്ലുമാല പ്രക്ഷോഭത്തിന്റെ നേതാവ് അയ്യങ്കാളി. മറക്കരുത്, കല്ലുമാല പ്രക്ഷോഭത്തിന്റെ നേതാവ് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അയ്യങ്കാളി. കല്ലുമാല പ്രക്ഷോഭം അല്ലെങ്കിൽ അവൻ അറിയുന്ന മറ്റൊരു പേരാണ് പെരിനാട് ലഹള. എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? പെരിനാട് ലഹള. നടന്ന വർഷം ചോദിച്ചാൽ 1915. എന്തുകൊണ്ടാണ് കല്ലുമാല സമരത്തെ പെരിനാട് ലഹള എന്ന് പറയുന്നതിന് കാരണം ചോദിച്ചു കഴിഞ്ഞാല് കൊല്ലം ജില്ലയിലെ പെരിനാട് വെച്ചാണ് കല്ലുമാല സമരം നടക്കുന്നത്. അതുകൊണ്ടാണ് പെരിനാട് ലഹള എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇവിടെ നിന്നും കേരള PSC പെരിനാട് ലഹള എന്ന് അറിയപ്പെടുന്ന സമരം എന്ന് ചോദിച്ചിട്ടുണ്ട്. കല്ലുമാല സമരമാണ്. നടന്ന വർഷം കൂടി ഒന്ന് പഠിച്ചോളുക, 1915. അയ്യങ്കാളിയുടെ പ്രധാന സമരങ്ങളുടെ വർഷങ്ങൾ ഇമ്പോർട്ടന്റ് ആണ്. അടുത്തതായി നമുക്ക് പഠിക്കേണ്ടതാണ് 90-ാം ആണ്ടു ലഹള, അല്ലെങ്കിൽ അവന് മറ്റു പേരുകളുണ്ട്, അതും PSC ചോദിക്കാറുണ്ട്. ഊരൂട്ടമ്പലം ലഹള. എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ഊരൂട്ടമ്പലം ലഹള അല്ലെങ്കിൽ പുലയ ലഹള. അപ്പൊ 90-ാം ആണ്ടു ലഹള എന്നറിയപ്പെടുന്നു, ഊരൂട്ടമ്പല ലഹള എന്നറിയപ്പെടുന്നു, പുലയ ലഹള എന്നറിയപ്പെടുന്നു. ഇതൊക്കെ നടന്ന വർഷം, അല്ലെങ്കിൽ ഇവന്മാര് 3 പേരും ഒരാളാണ്. ഇത് നടന്ന വർഷം എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 1915. ഇനി ഇത് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള സുഹൃത്തുക്കൾക്ക് വേണ്ടി നമുക്കൊരു കോഡിലൂടെ ഇവനെ അങ്ങ് പഠിച്ചു കളയാം. നമുക്ക് നോക്കാം. അയ്യന്റെ 93 വില്ലുമായി 12 ചന്തകളിലെത്തിയ 15 പേർ കല്ലുകൊണ്ട് 90 പേരെ എറിഞ്ഞു. പഠിക്കാൻ ബുദ്ധിമുട്ടില്ലല്ലോ സുഹൃത്തുക്കളെ?
ഒരു 5-6 തവണ നിങ്ങൾ ഇതങ്ങ് വായിച്ചു വെക്കുക. അയ്യന്റെ 93 വില്ലുമായി 12 ചന്തകളിലെത്തിയ 15 പേർ കല്ലുകൊണ്ട് 90 പേരെ എറിഞ്ഞു. അവിടെ കഴിഞ്ഞു. അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ലഹളകളെല്ലാം അവിടെ കഴിഞ്ഞിരിക്കുന്നു. വിത്ത് വർഷം നമുക്ക് അവിടെ കിട്ടും. നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാം. അയ്യന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യങ്കാളിയുടെ, അയ്യന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യങ്കാളി 93 വില്ലുമായി എന്ന് പറഞ്ഞാൽ 1893 വില്ലുമണ്ടി സമരം മറക്കല്ലേ. 1893 വില്ലുമണ്ടി സമരത്തിനെ നമ്മൾ സൂചിപ്പിക്കുന്നതാണ് 93 വില്ലുമായി. 12 ചന്തകളിലേക്ക് നെടുമങ്ങാട് ചന്തലകള വർഷം 1912. 12 ചന്തകളിലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? നെടുമങ്ങാട് ചന്തലഹള വർഷം 1912. 15 പേർ കല്ലുകൊണ്ട് 90 പേരെ എറിഞ്ഞു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കല്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്ലുമാല സമരം. 90 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 90-ാം ആണ്ട് ലഹള മറക്കരുത്. കല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാല് കല്ലുമാല സമരം. 90 പേരെ എറിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 90-ാം ആണ്ട് ലഹള നടന്ന വർഷമാണ് 15 പേർ എന്ന് പറയുന്നത്. അതുകൊണ്ട് 1915. കൺഫ്യൂഷൻ വേണ്ട. 15 പേരെന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് 1915 സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. കല്ലുകൊണ്ട് 90 പേരെ എറിഞ്ഞു എന്ന് പറഞ്ഞ് സൂചിപ്പിക്കുന്നത് എന്താണ്? കല്ലുമാല സമരം 90-ാം ആണ്ട് ലഹളയും സൂചിപ്പിക്കുന്നു. പുലയ സമുദായത്തിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി കുടിപ്പള്ളിക്കൂടം സ്ഥാപിച്ച വർഷം ചോദിച്ചാൽ 1905. അയ്യങ്കാളി ശ്രീമൂലം പ്രചാര സഭയിൽ അംഗമായ വർഷം 1911. മറക്കല്ലേ. അയ്യങ്കാളി ശ്രീമൂലം പ്രചാര സഭയിൽ അംഗമായ വർഷം ചോദിച്ചാൽ 1911. ഏകദേശം 28 വർഷത്തോളം അദ്ദേഹം ശ്രീമൂലം പ്രചാര സഭയിൽ അംഗമായി ഉണ്ടായിരുന്നു. അതുകൂടി സുഹൃത്തുക്കളെന്ന് ഓർക്കുക. അയ്യങ്കാളി ശ്രീമൂലം പ്രചാര സഭയിൽ അംഗമായ വർഷം 1911. ഏകദേശം 28ഓളം വർഷം അദ്ദേഹം എന്ത് ചെയ്തിരുന്നു? ശ്രീമൂലം പ്രചാര സഭയുടെ ഭാഗമായിരുന്നു. ഗാന്ധിജിയും അയ്യങ്കാളിയും തമ്മിൽ കണ്ടുമുട്ടിയ വർഷം 1937. എത്രയാണ് വർഷം? 1937 ഗാന്ധിജിയും അയ്യങ്കാളിയും തമ്മിൽ കണ്ടുമുട്ടുന്നു. ഇനി നമുക്ക് നോക്കുന്നത് അയ്യങ്കാളിയുടെ പ്രധാനപ്പെട്ട വാക്കുകളാണ്. ഞാനിതാ പുലയ ശിവനെ പ്രതിഷ്ഠിക്കുന്നു എന്ന് പറഞ്ഞത് ആരെന്ന് ചോദിച്ചാൽ അത് അയ്യങ്കാളിയാണ്. ഞാനിതാ ഈഴവ ശിവനെ പ്രതിഷ്ഠിക്കുന്നു എന്ന് പറഞ്ഞത് ആരാണ്? അത് ശ്രീനാരായണ ഗുരുവാണ്. ഓപ്ഷനിൽ ശ്രീനാരായണ ഗുരു കാണും. അതുകൊണ്ട് സുഹൃത്തുക്കളെ തെറ്റരുത്. ഞാനിതാ പുലയ ശിവനെ പ്രതിഷ്ഠിക്കുന്നു എന്ന് പറഞ്ഞത് ആരാണ്? അയ്യങ്കാളിയും. അതുപോലെ ഞാനിതാ ഈഴവ ശിവനെ പ്രതിഷ്ഠിക്കുന്നു എന്ന് പറഞ്ഞത് ആരാണ്? അത് ശ്രീനാരായണ ഗുരുവുമാണ്. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചില്ലെങ്കിൽ കാണായ പാഠങ്ങളെല്ലാം മുടിപ്പുല്ല് പിടിപ്പിക്കും എന്ന് പറഞ്ഞത് ആരാണ്? അയ്യങ്കാളിയാണ്. മറക്കരുത്. അത് LGS ലെവൽ ഒരുപാട് തവണ ചോദിച്ച ക്വസ്റ്റ്യൻ ആയിരുന്നു. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചില്ലെങ്കിൽ കാണായ പാഠങ്ങളെല്ലാം മുടിപ്പുല്ല് പിടിപ്പിക്കും എന്ന് പറഞ്ഞത് ആരാണെന്ന് ചോദിച്ചാല് അയ്യങ്കാളിയാണ്. അയ്യങ്കാളി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ചിത്രകൂടം. അയ്യങ്കാളി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ചിത്രകൂടമാണ്. അയ്യങ്കാളി ഭവൻ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ല. മറക്കരുത്. അയ്യങ്കാളി ഭവൻ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ല. അതുപോലെ തന്നെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടതാണ് VJT ഹാള് അല്ലെങ്കിൽ വിക്ടോറിയ ജൂബിലി ടൗൺ ഹാള്. അതുകൂടെ മറക്കരുത്. VJT ഹാൾ എന്ന് മാത്രം പഠിക്കരുത്. വിക്ടോറിയ ജൂബിലി ടൗൺ ഹാളിന്റെ പുതിയ നാമം ചോദിച്ചു കഴിഞ്ഞാൽ അത് അയ്യങ്കാളി ഹോളം. ഇനി എവിടെയാണ് VJT ഹാൾ സ്ഥിതി ചെയ്യുന്നത്? നമ്മുടെ തിരുവനന്തപുരം ജില്ല. അടുത്തതായി നമുക്ക് പഠിക്കേണ്ട നവോത്ഥാന നായകനാണ് പണ്ഡിറ്റ് KP കറുപ്പൻ. അദ്ദേഹത്തിന്റെ ജനനം ചോദിച്ചു കഴിഞ്ഞാൽ 1885 മെയ് മാസം 24-ാം തീയതി. പണ്ഡിറ്റ് KP കറുപ്പൻ ജനിച്ച വർഷം ചോദിച്ചു കഴിഞ്ഞാൽ 1885 മെയ് മാസം 24-ാം തീയതി. അദ്ദേഹത്തിന്റെ ജന്മദേശം ചോദിച്ചാൽ, പണ്ഡിറ്റ് KP കറുപ്പന്റെ ജന്മദേശം ചോദിച്ചാൽ ചേരനല്ലൂർ. ഒരുപാട് തവണ ചോദിച്ച ചോദ്യമാണ്. പണ്ഡിറ്റ് KP കറുപ്പന്റെ ജന്മദേശം ചോദിച്ചാല് ചേരനല്ലൂർ. ജന്മഗ്രഹം സാഹിത്യ കുടീരം. ഇമ്പോർട്ടൻസ് അത്രയുമുണ്ട്. പണ്ഡിറ്റ് KP കറുപ്പന്റെ ജന്മഗ്രഹം ചോദിച്ചാൽ സാഹിത്യ കുടീരം. എന്താണ് സാഹിത്യ കുടീരം? ശങ്കരൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന നവോത്ഥാന നായകൻ പണ്ഡിറ്റ് KP കറുപ്പൻ. ശങ്കരൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന നവോത്ഥാന നായകനായിരുന്നു ചോദിച്ചാൽ അത് പണ്ഡിറ്റ് KP കറുപ്പനാണ്. കേരളത്തിന്റെ എബ്രഹാം ലിങ്കൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ. കേരളത്തിന്റെ എബ്രഹാം ലിങ്കൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അത് പണ്ഡിറ്റ് KP കറുപ്പനാണ്. ഇവിടെ നിന്ന് PSC കേരള ലിങ്കൻ എന്ന് മാത്രം എടുത്ത് ചോദിച്ചിട്ടുണ്ട്. അതും ആര് തന്നെയാണ്? പണ്ഡിറ്റ് KP കറുപ്പനാണ്. ഇനി അങ്ങനെ പറയുമ്പോൾ സുഹൃത്തുക്കൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവരുത്. എബ്രഹാം ലിങ്കൻ എന്ന് ചോദിച്ചാലും കേരളത്തിന്റെ ലിങ്കൻ ആരെന്ന് ചോദിച്ചാലും ഉത്തരം ആര് തന്നെയാണ്? പണ്ഡിറ്റ് KP കറുപ്പൻ തന്നെയാണ്. കവിതിലകൻ പട്ടം ലഭിച്ച നവോത്ഥാന നായകൻ. എന്താണ് കവിതിലകൻ പട്ടം ലഭിച്ച നവോത്ഥാന നായകൻ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പണ്ഡിറ്റ് KP കറുപ്പനാണ്. ഈ കവിതിലകം പട്ടം നൽകിയ രാജാവാരെന്ന് ചോദിച്ചാൽ കൊച്ചി മഹാരാജാവ്. മറക്കരുത്.
പണ്ഡിറ്റ് KP കറുപ്പന് കവിതിലകം പട്ടം നൽകിയ രാജാവായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അത് കൊച്ചി മഹാരാജാവാണ്. സാഹിത്യ നിപുണൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ പണ്ഡിറ്റ് KP കറുപ്പൻ. കാരണം അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ എടുത്ത് നോക്കിയാൽ മതി, അത്രയും പുസ്തകങ്ങൾ ഉണ്ടായിരുന്നാണ് പണ്ഡിറ്റ് KP കറുപ്പന്. അപ്പോ സാഹിത്യ നിപുണൻ എന്നറിയപ്പെട്ടിരുന്ന നവോത്ഥാന നായകനായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അത് പണ്ഡിറ്റ് KP കറുപ്പനാണ്. ഇതും അദ്ദേഹത്തിന് നൽകിയത് കൊച്ചി മഹാരാജാവ് തന്നെയാണ്. അപ്പൊ കൊച്ചി മഹാരാജാവ് 2 പ്രധാനപ്പെട്ട പദവികൾ അദ്ദേഹത്തിന് നൽകിയിരുന്നു. ആരാണ്? പണ്ഡിറ്റ് KP കറുപ്പൻ നൽകിയിരുന്നു. ഒന്നാമത്തത് ആരാടെ? കവിതിലകൻ. അങ്ങനെ തന്നെ പഠിച്ചോളണം, നമ്മുടെ തിലകൻ എന്ന് പഠിച്ചിരുന്ന അത് എന്താണ്? കവിതിലകൻ. ആരായിരുന്നു? പണ്ഡിറ്റ് KP കറുപ്പൻ. അതുപോലെ രണ്ടാമത് നൽകിയ എന്താണ്? സാഹിത്യ നിപുണൻ. വിദ്വാൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന നവോത്ഥാന നായകനാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പണ്ഡിറ്റ് KP കറുപ്പൻ. കൺഫ്യൂഷൻ ഉണ്ടാകുന്ന പോയിന്റ് ആണ്. വിദ്വാൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന നവോത്ഥാന നായകനാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പണ്ഡിറ്റ് KP കറുപ്പൻ. ആ പദവി നൽകിയതാരെന്ന് ചോദിച്ചാൽ കേരള വലിയ കോയി തമ്പുരാൻ. വിദ്വാൻ പദവി നൽകിയതാരെന്ന് ചോദിച്ചാല് KV എന്നങ്ങ് പഠിച്ചു വെച്ചോളണം, കേരള വലിയ കോയി തമ്പുരാൻ. അരയ സമാജ സ്ഥാപകൻ. പണ്ഡിറ്റ് KP കറുപ്പന്റെ PSCയുടെ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ചോദ്യമാണ് അരയ സമാജ സ്ഥാപകൻ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പണ്ഡിറ്റ് KP കറുപ്പൻ. വർഷം 1907. ഇതേ 1907 തന്നെയാണ് അയ്യങ്കാളി എന്ത് സ്ഥാപിക്കുന്നത്? സാധുജന പരിപാലന സംഘം സ്ഥാപിക്കുന്ന വർഷം 1907 ആണ്. അരയ സമാജം സ്ഥാപിക്കുന്ന വർഷം പണ്ഡിറ്റ് KP കറുപ്പൻ. അതും എത്രയാണ്? 1907 ആണ്. 1913 പ്രശസ്തമായ കായൽ സമ്മേളനം സംഘടിപ്പിച്ച വ്യക്തി നമ്മുടെ പണ്ഡിറ്റ് KP കറുപ്പനാണ്. 1913 പ്രശസ്തമായ കായൽ സമ്മേളനം സംഘടിപ്പിച്ച വ്യക്തി പണ്ഡിറ്റ് KP കറുപ്പൻ. മറക്കരുത്. പണ്ഡിറ്റ് KP കറുപ്പൻ കൊച്ചി ലെജിസ്ലേറ്റീവ് അസംബ്ലി അംഗമായ വർഷം 1925. പണ്ഡിറ്റ് KP കറുപ്പൻ കൊച്ചി ലെജിസ്ലേറ്റീവ് അസംബ്ലി അംഗമായ വർഷം 1925. പണ്ഡിറ്റ് KP കറുപ്പന്റെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ചേരനല്ലൂർ. പണ്ഡിറ്റ് KP കറുപ്പൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ചേരനല്ലൂരാണ്. എവിടെയാണ്? ചേരനല്ലൂരാണ്. ഇനി PSC ഏറ്റവും കൂടുതൽ ചോദിച്ചിരിക്കുന്ന പണ്ഡിറ്റ് KP കറുപ്പന്റെ പോയിന്റ്സ് ആണ് പറയാൻ പോകുന്നത്. ഒത്തിരി സുഹൃത്തുക്കൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതുമാണ്. സാമുദായിക നവീകരണത്തിനായി പണ്ഡിറ്റ് KP കറുപ്പൻ ആരംഭിച്ചതാണ് പ്രാദേശിക സഭകൾ എന്ന് പറയുന്ന കൂട്ടായ്മകൾ. ഈ കൂട്ടായ്മകളെല്ലാം PSC ചോദിച്ചിട്ടുണ്ട്. അവ ഏതെന്ന് നമുക്കൊന്ന് നോക്കാം. കല്യാണദായിനി സഭ ആരംഭിച്ചത് കൊടുങ്ങല്ലൂർ. ഒന്നുകൂടെ പറയാം, കല്യാണിദായിനി സഭ ആരംഭിച്ചത് എവിടെയാണ്? കൊടുങ്ങല്ലൂര്. സന്മാർഗ പ്രദീപ സഭ കുമ്പളം. സന്മാർഗ പ്രദീപ സഭ ആരംഭിച്ചത് കുമ്പളം. ജ്ഞാനോദയം സഭ ഇടക്കൊച്ചി. ജ്ഞാനോദയം സഭ ഇടക്കൊച്ചി. അരയ വംശോധരണി സഭ ഏങ്ങണ്ടിയൂര്. അരയ വംശോധരണി സഭ എവിടെയാണ്? ഏങ്ങണ്ടിയൂര്. വാലസമുദായ പരിഷ്കരണ സഭ തേവര. വാലസമുദായ പരിഷ്കരണീ സഭ എവിടെയാണ്? തേവര. പ്രബോധ ചന്ദ്രോദയ സഭ ആരംഭിച്ചത് വടക്കൻ പറവൂർ. പ്രബോധര ചന്ദ്രോദയ സഭ ആരംഭിച്ചത് വടക്കൻ പറവൂർ. സുധർമ്മ സൂര്യോദയ സഭ ആരംഭിച്ചത് തേവര. സുധർമ്മ സൂര്യോദയ സഭ ആരംഭിച്ചത് തേവര. ഇനി ഇത് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് നമുക്കൊരു കോഡിലൂടെ ഇവരെ അങ്ങ് പഠിച്ചു കളയാം. എല്ലാം കിട്ടിയില്ലെങ്കിലും നമുക്ക് കുറച്ചെങ്കിലും നമ്മുടെ മനസ്സിൽ നിൽക്കും. അതങ്ങ് പഠിച്ചു വെച്ചേക്കുക. കോഡ് ഇത്രയേ ഉള്ളൂ. കൊടുങ്ങല്ലൂർ കല്യാണത്തിന് കുമ്പളം കൊണ്ടുവന്ന പ്രദീപിനെ പറയിട്ടു ചന്ദ്രൻ സ്വീകരിച്ചു. ഇത് കണ്ട TV സുധർമ്മ ജ്ഞാനം കിട്ടാൻ കൊച്ചിയിലേക്ക് പോയി. കൂടെ പോവാൻ അരയൻ ഏങ്ങിക്കരഞ്ഞു. അല്പം പാടുള്ള കോഡാണ്, എന്നാലും പഠിച്ചു വെക്കുക. കൊടുങ്ങല്ലൂർ കല്യാണത്തിന് കുമ്പളം കൊണ്ടുവന്ന പ്രദീപിനെ പറയിട്ടു ചന്ദ്രൻ സ്വീകരിച്ചു. ഇത് കണ്ട TV സുധർമ്മ ജ്ഞാനം കിട്ടാൻ കൊച്ചിക്ക് പോയി. കൂടെ പോകാൻ അരയൻ എന്ത് ചെയ്തു? ഏങ്ങിക്കരഞ്ഞു. നമുക്ക് അവന്റെ എക്സ്പ്ലനേഷൻ ഒന്ന് നോക്കാം. കൊടുങ്ങല്ലൂർ കല്യാണത്തിന് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് കല്യാണദായിനി സഭ കൊടുങ്ങല്ലൂരും. കല്യാണദായിനി സഭ എവിടെയാണ്? കൊടുങ്ങല്ലൂരും. കുമ്പളം കൊണ്ടുവന്ന പ്രദീപിനെ എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് സന്മാർഗ പ്രദീപ സഭ. സന്മാർഗ പ്രദീപ സഭ. അതിലെ പ്രദീപിനെ നമ്മൾ എന്താ പ്രദീപ് കൊണ്ടുവന്നത്? കുമ്പളമാണ് കൊണ്ടുവന്നത്. അപ്പോ സന്മാർഗ പ്രദീപ സഭ ആരംഭിച്ചത് എവിടെയാണ്? കുമ്പളത്ത്. പറയിട്ടു ചന്ദ്രൻ പ്രബോധ ചന്ദ്രോദയ സഭ. ചന്ദ്രൻ എന്തായിട്ടത്? പറയാണ്. അപ്പോ വടക്കൻ പറവൂര്. മറക്കരുത്. പറയിട്ടു ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ ആരാണ്? പ്രബോധ ചന്ദ്രോദയ സഭയെ സൂചിപ്പിക്കുന്നു. ചന്ദ്രൻ എന്തായിട്ടത്? പറയാനിട്ടത്. അപ്പോ വടക്കൻ പറവൂര്. സ്ഥലവും നമുക്ക് ലഭിച്ചേ. ഇനി ആരാണ്? TV സുധർമ്മ. അതിൽ T എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേവര എന്നങ്ങ് പഠിക്കുക. T എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? തേവര. V എന്ന് പറഞ്ഞാൽ വാലസമുദായ പരിഷ്കരണ സഭ. വാലസമുദായ
പരിഷ്കരണ സഭയാണ് വി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സുധർമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുധർമ്മ സൂര്യോദയ സഭ. ഇത് എങ്ങനെ പഠിക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാലസമുദായ പരിഷ്കരണ സഭയും സുധർമ്മ സൂര്യോദയ സഭയും എവിടെയാണ്? തേവര തന്നെയാണ്. ജ്ഞാനം കിട്ടാൻ കൊച്ചിക്ക് പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജ്ഞാനോദയ സഭ ഇടക്കൊച്ചി. മറക്കല്ലേ സുഹൃത്തുക്കളെ, ജ്ഞാനം കിട്ടാൻ കൊച്ചിക്ക് പോയി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജ്ഞാനോദയ സഭ ഇടക്കൊച്ചി. അരയൻ ഏങ്ങിക്കരഞ്ഞു എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അരയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരയ വംശോധരണി സഭ. ഏങ്ങിക്കരഞ്ഞു എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഏങ്ങണ്ടിയൂര്. സ്ഥലവും കിട്ടിയേ ഏങ്ങിക്കരഞ്ഞു എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏങ്ങണ്ടിയൂരാണ്. അപ്പോ ഇത്രയും പോയിന്റ് സുഹൃത്തുക്കൾ ഓർക്കുക. പണ്ഡിറ്റ് KP കറുപ്പൻ ആദ്യമായി സ്ഥാപിച്ച സഭ എന്ന് ചോദിച്ചാൽ കല്യാണദായിനി സഭ. വർഷം 1912. വർഷം കൂടി പഠിക്കുക. 1912 പണ്ഡിറ്റ് KP കറുപ്പൻ ആദ്യമായിട്ട് ഒരു സഭ ആരംഭിക്കുന്നത്. അത് ഏതാണ്? കല്യാണദായിനി സഭയായിരുന്നു. കൊച്ചി പുലയ മഹാസഭ സ്ഥാപിച്ച വ്യക്തി പണ്ഡിറ്റ് KP കറുപ്പൻ. വർഷം 1913. കൺഫ്യൂസിംഗ് ഫാക്ടർ ആണ്, മറക്കരുത്. പുലയ മഹാസഭ എന്ന് കേട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ചാത്തൻ മാസ്റ്ററിലേക്കോ അല്ലെങ്കിൽ അയ്യങ്കാളിയിലേക്കോ സുഹൃത്തുക്കൾ എടുത്ത് ചാടരുത്. ശ്രദ്ധിച്ചോളുക. കൊച്ചി പുലയ മഹാസഭ സ്ഥാപിച്ച വ്യക്തിയാരെന്ന് ചോദിച്ചാൽ പണ്ഡിറ്റ് KP കറുപ്പനാണ്. വർഷം 1913. പക്ക ഓപ്ഷനിൽ PK ചാത്തൻ മാസ്റ്ററും അതുപോലെ തന്നെ അയ്യങ്കാളിയും കാണും. അതുകൊണ്ട് സുഹൃത്തുക്കൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവരുത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് പണ്ഡിറ്റ് KP കറുപ്പന്റെ പ്രധാന രചനകളെ പറ്റിയാണ്. ഇത്രയും രചനകളെങ്കിലും പണ്ഡിറ്റ് KP കറുപ്പനുമായി ബന്ധപ്പെട്ട സുഹൃത്തുക്കൾ പഠിക്കേണ്ടതാണ്. കാരണം ഇവയെല്ലാം ഏതെങ്കിലും ഒരു PSC എക്സാമിന് ചോദിക്കാതെ ഇരുന്നിട്ടില്ല. ആദ്യമായി പഠിക്കേണ്ടത് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട 3 നാടകങ്ങളാണ്. ലങ്കാമർദ്ദനം. എന്താണ് നാടകത്തിന്റെ പേര്? ലങ്കാമർദ്ദനം. ബാലകലേശം. എന്താണ്? ബാലകലേശം. പഞ്ചവടി. എന്താണ്? പഞ്ചവടി. ഇങ്ങനെ 3 നാടകങ്ങൾ പണ്ഡിറ്റ് KP കറുപ്പൻ എഴുതിയിട്ടുണ്ട്. ഇപ്പൊ മനസ്സിലായില്ലേ അദ്ദേഹത്തിന് നമ്മൾ കവിതിലകൻ എന്നൊക്കെ പറയുന്നതിന് കാരണം? അദ്ദേഹത്തിന്റെ ഒരുപാട് പുസ്തകങ്ങളുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ പറയുന്നത് ലങ്കാമർദ്ദനം, ബാലകലേശം, പഞ്ചവടി. ഇത് അദ്ദേഹത്തിന്റെ നാടകമാണ്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട സാഹിത്യ രചനകൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ചിത്രരേഖ, ജാതിക്കുമ്മി. 100-ൽ കൂടുതൽ തവണ PSC പ്രീവിയസ് ആയി ചോദിച്ച പണ്ഡിറ്റ് KP കറുപ്പന്റെ രചന എന്ന് ചോദിച്ചാൽ ജാതിക്കുമ്മിയാണ്. ജാതി ലക്ഷണവും ജാതി മീമാംസയും ജാതി നിർണയവും എഴുതിയതാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ശ്രീനാരായണ ഗുരുവാണ്. കേരള PSC എന്നൊക്കെ ജാതിക്കുമ്മി ചോദിച്ചുണ്ടാവും. ഓപ്ഷനിൽ ആരെയും വെച്ചേക്കോടെ? ശ്രീനാരായണ ഗുരുവിനെയും വെച്ചേക്കും. നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും, നമ്മൾ തെറ്റിക്കുമെന്ന് PSCക്ക് അറിയാം. അതുകൊണ്ട് ഇപ്പോ തന്നെ അങ്ങ് പഠിച്ചു പോവുക. ജാതി കുമ്മി എഴുതിയതാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പണ്ഡിറ്റ് KP കറുപ്പൻ. എന്നാൽ ജാതി ലക്ഷണം, ജാതി മീമാംസ, ജാതി നിർണയം ഇവ എഴുതിയതാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ശ്രീനാരായണ ഗുരുസ്വാമിയാണ്. അത് സുഹൃത്തുക്കൾ ഒന്ന് ഓർക്കുക. ആചാരഭൂഷണം, ലളിതോപഹാരം, അരയ പ്രസക്തി, സ്വസ്ത്രമന്താരം, ഉദ്യാന വിരുന്ന്. ഉദ്യാന വിരുന്ന് പഠിക്കണേ. ഒന്നുകൂടി പണ്ഡിറ്റ് KP കറുപ്പന്റെ പ്രധാന രചനകൾ പറയുവാണ്. ലങ്കാവർദ്ധനം, ബാലകലേശം, പഞ്ചവടി അദ്ദേഹത്തിന്റെ പ്രധാന നാടകങ്ങള്. സാഹിത്യ രചനകൾ ചോദിച്ചു കഴിഞ്ഞാൽ ചിത്രരേഖ, ജാതിക്കുമ്മി, ആചാരഭൂഷണം, ലളിതോപഹാരം, അരയ പ്രസക്തി, സ്വസ്ത്രമന്താരം, ഉദ്യാന വിരുന്ന്. ഇനി ഇത് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള സുഹൃത്തുക്കൾക്ക്, നമുക്ക് എല്ലാവർക്കും ഇത്രയും പോയിന്റ്സ് പഠിച്ചു വെക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഇത് പഠിക്കുവാനായിട്ട് നമുക്കൊരു കോഡ് ഉണ്ടേ സുഹൃത്തുക്കൾ. ഇതങ്ങ് പഠിച്ചു വെക്കുക. അദ്ദേഹത്തിന്റെ 5 പുസ്തകങ്ങളെങ്കിലും നമുക്ക് ലഭിക്കും. അത് മതി. നമുക്ക് ഈ കോഡ് അങ്ങ് പഠിച്ചു വെക്കുക. പണ്ഡിത ബാലികയായ ചിത്രയെ ആചാരത്തിനായി ലങ്കയിൽ വിരുന്നിനയച്ച ലളിതയെ അരയൻ വടികൊണ്ട് കുമ്മിത്തുള്ളി സ്വസ്ത്രം ചൊല്ലിച്ചു. ഇതങ്ങ് പഠിക്കാൻ ബുദ്ധിമുട്ടില്ലല്ലോ സുഹൃത്തുക്കൾക്ക്? ഒരു 5-6 തവണ സുഹൃത്തുക്കൾ റിപ്പീറ്റ് ചെയ്ത് എഴുതി പഠിക്കുക കോഡ്. പണ്ഡിറ്റ് KP കറുപ്പന്റെ എല്ലാ പുസ്തകങ്ങളും ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. പണ്ഡിത ബാലികയായ ചിത്രയെ ആചാരത്തിനായി ലങ്കയിൽ വിരുന്നിനയച്ച ലളിതയെ അരയൻ വടികൊണ്ട് കുമ്മിത്തുള്ളി സ്തോത്രം ചൊല്ലിച്ചു. ഇതങ്ങ് പഠിച്ചു വെക്കുക. നമുക്ക് ഇതിന്റെ എക്സ്പ്ലനേഷൻ നോക്കാം. പണ്ഡിത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ഡിറ്റ് KP കറുപ്പനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പണ്ഡിത എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പണ്ഡിറ്റ് KP കറുപ്പനെയാണ്. ബാലിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാലകലേശം. മറക്കരുത്, ബാലിക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബാലകലേശം. ചിത്രയെ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചിത്രരേഖ. ചിത്രയെ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്
ചിത്രരേഖ. ആചാര എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആചാരഭൂഷണം. ആചാര എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആചാരഭൂഷണം. ലങ്ക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലങ്കാമർദ്ദനം. ലങ്ക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലങ്കാമർദ്ദനം. വിരുന്ന് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉദ്യാന വിരുന്ന്. വിരുന്ന് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉദ്യാന വിരുന്ന്. ലളിത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലളിതോപഹാരം. ലളിത എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലളിതോപഹാരം. അരയൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അരയ പ്രസക്തി. അരയൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അരയ പ്രസക്തി. വടി എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പഞ്ചവടിയും. വടി എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പഞ്ചവടിയും. കുമ്മി എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് ജാതി കുമ്മി. കുമ്മി എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ജാതി കുമ്മി. സ്തോത്രം എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് സ്ത്രോത്രമന്താരം. മറക്കരുത്, സ്ത്രോത്രം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്ത്രോത്രമന്താരം. കോഡ് ഒന്നുകൂടി പറയാം. പണ്ഡിത ബാലികയായ ചിത്രയെ ആചാരത്തിനായി ലങ്കയിൽ വിരുന്നിനയച്ച ലളിതയെ അരയൻ വടികൊണ്ട് കുമ്മിത്തുള്ളി സ്തോത്രം ചൊല്ലിച്ചു. ഇത്രയും അങ്ങ് പഠിച്ചു വെക്കുക. അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് പൊയ്കയിൽ യോഹന്നാൻ. ആരെ പറ്റിയാണ്? പൊയ്കയിൽ യോഹന്നാൻ. അദ്ദേഹത്തിന്റെ ജന്മസ്ഥലമായിരുന്നു ഇരവിപേരൂർ. ജന്മസ്ഥലം ചോദിച്ചു കഴിഞ്ഞാൽ ഇരവിപേരൂർ. പൊയ്കയിൽ യോഹന്നാന്റെ ജന്മസ്ഥലം ചോദിച്ചു കഴിഞ്ഞാൽ ഇരവിപേരൂർ. പൊയ്കയിൽ യോഹന്നാൻ അറിയപ്പെട്ടിരുന്ന മറ്റു പേരുകളായിരുന്നു കുമാരൻ എന്നും കുമാരൻ എന്നും കുമാര ഗുരുദേവൻ എന്നും അറിയപ്പെട്ടിരുന്നത് പൊയ്കയിൽ യോഹന്നാൻ. പണ്ട് കാലത്ത് കുമാരൻ എന്നും അല്ലെങ്കിൽ കുമാരൻ എന്നും അല്ലെങ്കിൽ കുമാര ഗുരുദേവൻ എന്നും അറിയപ്പെട്ടിരുന്ന നവോത്ഥാന നായകൻ ആര് എന്ന് ചോദിച്ചാൽ സുഹൃത്തുക്കൾ ഓർക്കുക, അത് പൊയ്കയിൽ യോഹന്നാനായി. പൊയ്കയിൽ അപ്പച്ചൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് പൊയ്കയിൽ യോഹന്നാൻ. അത് LGS ലെവൽ ക്വസ്റ്റ്യൻ ആണ്. പൊയ്കയിൽ അപ്പച്ചൻ എന്നറിയപ്പെട്ടിരുന്ന നവോത്ഥാന നായകൻ ആരെന്ന് ചോദിച്ചാൽ അത് പൊയ്കയിൽ യോഹന്നാനാണ്. പൊയ്കയിൽ യോഹന്നാന്റെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ. പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് പൊയ്കയിൽ യോഹന്നാനാണ്. ഓപ്ഷനിൽ കുമാര ഗുരുദേവൻ എന്നും PSC ചോദിച്ചിട്ടുണ്ട്. അതും ഉത്തരം ശരി തന്നെയാണ്. കാരണം രണ്ടുപേരും ഒരാളാണ്. വർഷം 1909. വർഷം ചോദിച്ചാല് 1909. പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ ആസ്ഥാനം ഇരവിപേരൂർ. ഇതാണ് LGS പഠിക്കുന്ന സുഹൃത്തുക്കൾ പഠിച്ചോളെ. പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ ആസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ ഇരവിപേരൂർ. എവിടെയാണ്? ഇരവിപേരൂർ. അടിലഹള എന്ന പ്രക്ഷോഭങ്ങൾ നടത്തിയ നവോത്ഥാന നായകൻ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുമാരഗുരുദേവൻ അല്ലെങ്കിൽ പൊയ്കയിൽ യോഹന്നാൻ. അടിലഹള എന്ന പ്രക്ഷോഭങ്ങൾക്ക് പിന്നിലെ നവോത്ഥാന നായകൻ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറക്കരുത്, അത് പൊയ്കയിൽ യോഹന്നാനാണ്. 1921, 1931 കാലഘട്ടങ്ങളിൽ ശ്രീമൂലം പ്രചാര സഭയുടെ അംഗമായിരുന്നു. ഇവിടെ പഠിക്കേണ്ട 2 പോയിന്റുകളുണ്ട് സുഹൃത്തുക്കൾ, വ്യക്തമായി തന്നെ പഠിക്കണേ, ഇമ്പോർട്ടന്റ് ആണ്. സർക്കാർ അനുമതിയോടെ അയിത്തജാതിക്കാർക്ക് തിരുവിതാംകൂറിൽ ആദ്യത്തെ ഇംഗ്ലീഷ് വിദ്യാലയം സ്ഥാപിച്ച വ്യക്തിയാരെന്ന് ചോദിച്ചാൽ അത് പൊയ്കയിൽ യോഹന്നാൻ. സർക്കാർ അനുമതിയോടുകൂടി അയിത്തജാതിക്കാർക്ക് തിരുവിതാംകൂറിൽ ആദ്യത്തെ ഇംഗ്ലീഷ് വിദ്യാലയം സ്ഥാപിച്ച വ്യക്തിയാരെന്ന് ചോദിച്ചാൽ അത് പൊയ്കയിൽ യോഹന്നാൻ. ദളിത് വിദ്യാർത്ഥികൾക്ക് വേണ്ടി ആദ്യത്തെ എയ്ഡഡ് സ്കൂൾ സ്ഥാപിച്ച വ്യക്തി പൊയ്കയിൽ യോഹന്നാൻ. മറക്കരുത്, ദളിത് വിദ്യാർത്ഥികൾക്ക് വേണ്ടി ആദ്യത്തെ എയ്ഡഡ് സ്കൂൾ സ്ഥാപിച്ച വ്യക്തിയായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ പൊയ്കയിൽ യോഹന്നാൻ. പൊയ്കയിൽ യോഹന്നാന്റെ പ്രധാനപ്പെട്ട കവിതാ സമാഹാരമാണ് രത്നമണികൾ. പൊയ്കയിൽ യോഹന്നാന്റെ പ്രധാനപ്പെട്ട കവിതാ സമാഹാരം ചോദിച്ചു കഴിഞ്ഞാൽ രത്നമണികൾ. പൊയ്കയിൽ യോഹന്നാന്റെ കവിതാ സമാഹാരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് രത്നമണികളാണ്. ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛനെ പറ്റിയാണ് PSC ഒത്തിരി തവണ നവോത്ഥാന മേഖലയിൽ നിന്നും ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛനെ പറ്റി ചോദിച്ചിട്ടുണ്ട്. ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ, അല്ലെങ്കിൽ നമ്മൾ അദ്ദേഹത്തെ വിളിക്കുന്ന പേരാണ് ചാവറയച്ചൻ. ചാവറയച്ചൻ അല്ലെങ്കിൽ ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ ജനിച്ചത് 1805 ഫെബ്രുവരി മാസം 10-ാം തീയതി. ചാവറയച്ചൻ ജനിച്ചത് 1805 ഫെബ്രുവരി മാസം 10-ാം തീയതി. അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം ഇപ്പോഴത്തെ ആലപ്പുഴ ജില്ലയിലെ കൈനക്കരിയാണ്. മറക്കല്ലേ, PSC ഒരുപാട് തവണ പ്രീവിയസ് ആയി ചോദിച്ച ചോദ്യമാണ്. ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛന്റെ ജന്മസ്ഥലം ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇപ്പോഴത്തെ ആലപ്പുഴ ജില്ലയിലെ കൈനക്കരി എന്ന പ്രദേശത്താണ്. പിതാവിന്റെ പേര് ഐക്കോ കുര്യാക്കോസ്. പിതാവിന്റെ പേരെന്തായിരുന്നു? ഐക്കോ കുര്യാക്കോസ് എന്നായിരുന്നു ചാവറയച്ചന്റെ പിതാവിന്റെ പേര് ഐക്കോ കുര്യാക്കോസ് എന്നും മാതാവിന്റെ പേര് മറിയം തോപ്പിൽ എന്നുമായിരുന്നു. മാതാവിന്റെ പേരെന്താ സുഹൃത്തുക്കളെ? മറിയം തോപ്പിലും. ചാവറയച്ചൻ അന്തരിച്ചത് 1871 ജനുവരി മാസം 3-ാം തീയതി. ചാവറയച്ചൻ അന്തരിച്ചതെന്നാണ് 1871 ജനുവരി മാസം 3-ാം തീയതിയാണ്. ജസ്റ്റ് ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ചാവറയച്ചൻ ജനിച്ചത് 1805 ഫെബ്രുവരി മാസം 10-ാം തീയതി. അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം ചോദിച്ചാൽ ഇപ്പോഴത്തെ ആലപ്പുഴ ജില്ലയിലെ കൈനക്കരിയാണ്. ചാവറയച്ചന്റെ പിതാവിന്റെ പേര് ഐക്കോ കുര്യാക്കോസ് എന്നാണ്.
മാതാവിന്റെ പേര് മറിയം തോപ്പിൽ എന്നാണ്. ചാവറയച്ചൻ അന്തരിച്ചത് 1871 ജനുവരി മാസം 3-ാം തീയതി. അന്യന് അല്ലെങ്കിൽ അപരന് നന്മ ചെയ്യാത്ത ഒരു ദിവസം നിന്റെ ആയുസിന്റെ കണക്കിൽ രേഖപ്പെടുത്തുകയില്ല എന്ന് അഭിപ്രായപ്പെട്ട നവോത്ഥാന നായകൻ ആര് എന്ന് ചോദിച്ചാൽ അത് കുര്യാക്കോസ് ഏലിയാസ് അച്ഛനാണ്. പഠിച്ചോളണേ. അന്യന് അല്ലെങ്കിൽ അപരന് നന്മ ചെയ്യാത്ത ഒരു ദിവസം നിന്റെ ആയുസിന്റെ കണക്കിൽ രേഖപ്പെടുത്തിയിട്ടില്ല എന്ന് അഭിപ്രായപ്പെട്ട നവോത്ഥാന നായകൻ ആരെന്ന് ചോദിച്ചാൽ നമ്മുടെ ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛനാണ്. ദൈവം നൽകിയ മക്കളെ വിശുദ്ധരായി ദൈവത്തിലേൽപ്പിക്കാത്ത മാതാപിതാക്കൾക്ക് വിധി ദിവസം ഭയാനകമായിരിക്കും എന്ന് പറഞ്ഞ നവോത്ഥാന നായകൻ ആരെന്ന് ചോദിച്ചാലും ചാവറ അച്ഛനാണ്. ഈ രണ്ട് പ്രധാനപ്പെട്ട പോയിന്റ് പഠിച്ചോളണേ. അന്യന് അല്ലെങ്കിൽ അപരന് നന്മ ചെയ്യാത്ത ഒരു ദിവസം നിന്റെ ആയുസിന്റെ കണക്കിൽ രേഖപ്പെടുത്തിയിട്ടില്ല എന്ന് അഭിപ്രായപ്പെട്ട നവോത്ഥാന നായകൻ ചോദിച്ചാൽ ചാവറ അച്ഛനാണ്. ദൈവം നൽകിയ മക്കളെ വിശുദ്ധരായി ദൈവത്തിനേൽപ്പിക്കാതെ മാതാപിതാക്കൾക്ക് വിധി ദിവസം ഭയാനകമായിരിക്കുമെന്നും പറഞ്ഞ നവോത്ഥാന നായകനാരെന്ന് ചോദിച്ചാൽ അത് ചാവറ അച്ഛനാണ്. പഠിക്കുക. കാലത്തിന് മുമ്പേ നടന്ന നവോത്ഥാന നായകൻ എന്നറിയപ്പെടുന്നത് ചാവറ അച്ഛൻ. കാലത്തിന് മുമ്പേ നടന്ന നവോത്ഥാന നായകനാരെന്ന് ചോദിച്ചാൽ അത് ചാവറ അച്ഛനാണ്. സാക്ഷരതയുടെ പിതാവ് എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാരെന്ന് ചോദിച്ചാൽ അത് ചാവറ അച്ഛനാണ്. എവിടത്തെയാണ്? നമ്മുടെ കേരളത്തിന്റെയാണ് കേട്ടോ. കേരള സാക്ഷരതയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ആ നവോത്ഥാന നായകനാരെന്ന് ചോദിച്ചാൽ അത് ചാവറ അച്ഛനാണ്. ദൈവദാസൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന നവോത്ഥാന നായകൻ ചാവറ അച്ഛൻ. ദൈവദാസൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന നവോത്ഥാന നായകൻ ആരെന്ന് ചോദിച്ചാൽ അത് ചാവറ അച്ഛനാണ്. അനുഗ്രഹീത പുരോഹിത ശ്രേഷ്ഠൻ എന്നറിയപ്പെട്ടിരുന്ന നവോത്ഥാന നായകനാരെന്ന് ചോദിച്ചാൽ അത് ചാവറ അച്ഛനായിരുന്നു. അനുഗ്രഹീത പുരോഹിത ശ്രേഷ്ഠൻ എന്ന പേരിൽ അറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ചോദിച്ചാൽ അത് ചാവറ അച്ഛനായിരുന്നു. ചാവറ അച്ഛന് പൗരോഹിത്യം സ്വീകരിച്ച വർഷം ചോദിച്ചാൽ അത് 1829. പഠിച്ചോളുക. ചാവറ അച്ഛൻ പൗരോഹിത്യം സ്വീകരിച്ച വർഷം 1829. കേരളത്തിലെ ആദ്യത്തെ വികാരി ജനറൽ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ചാവറ അച്ഛനാണ്. വർഷം 1861. മറക്കല്ലേ. കേരളത്തിലെ ആദ്യത്തെ വികാരി ജനറൽ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ചാവറ അച്ഛനാണ്. ചാവറ അച്ഛൻ വികാരി ജനറൽ ആയ വർഷം ചോദിച്ചാൽ 1861. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ. കാലത്തിന് മുമ്പേ നടന്ന നവോത്ഥാന നായകൻ എന്നറിയപ്പെടുന്ന ആരെന്ന് ചോദിച്ചാൽ ചാവറ അച്ഛനാണ്. സാക്ഷരതയുടെ പിതാവ്. ഏത് സാക്ഷരതയുടെ? കേരള സാക്ഷരതയുടെ പിതാവ് എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആരെന്ന് ചോദിച്ചാൽ അത് ചാവറ അച്ഛനാണ്. ദൈവദാസൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന നവോത്ഥാന നായകൻ ആരെന്ന് ചോദിച്ചാൽ അത് ചാവറ അച്ഛനാണ്. അനുഗ്രഹീത പുരോഹിത ശ്രേഷ്ഠൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന നവോത്ഥാന നായകൻ ആരെന്ന് ചോദിച്ചാൽ അത് ചാവറ അച്ഛനാണ്. ചാവറ അച്ഛൻ പൗരോഹിത്യം സ്വീകരിച്ച വർഷം 1829. ചാവറ അച്ഛൻ പൗരോഹിത്യം സ്വീകരിച്ച വർഷം 1829. കേരളത്തിലെ ആദ്യത്തെ വികാരി ജനറൽ എന്നറിയപ്പെടുന്നത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ചാവറ അച്ഛനാണ്. വർഷം 1861. പഠിക്കുക. ഇന്ത്യയിലെ ആദ്യത്തെ ക്രൈസ്തവ സഭ രൂപീകരിച്ചത് ചാവറ അച്ഛനാണ്. വർഷം 1831. ഇന്ത്യയിലെ ആദ്യത്തെ ക്രൈസ്തവ സഭ രൂപീകരിച്ച വ്യക്തി ആരെന്ന് ചോദിച്ചാൽ അത് ചാവറ അച്ഛനാണ്. വർഷം 1831. ഇന്ത്യയിലെ ആദ്യത്തെ ക്രൈസ്തവ സഭ അറിയപ്പെടുന്ന പേരാണ് കാൽമെറ്റ് ഓഫ് മേരി ഇമാക്കുലേറ്റ്, അല്ലെങ്കിൽ അവനെ വിളിക്കുന്ന പേരാണ് CMI. മറക്കല്ലേ. ഇന്ത്യയിലെ ആദ്യത്തെ ക്രൈസ്തവ സഭ അറിയപ്പെടുന്ന പേരാണ് കാൽമെറ്റ് ഓഫ് മേരി ഇമാക്കുലേറ്റ് എന്ന്. ഇതിനെ CMI എന്ന ചുരുക്കപ്പേരിൽ നമ്മൾ വിളിക്കുന്നു. CMIയുടെ രൂപീകരണത്തിന് ചാവറ അച്ഛനെ സഹായിച്ച വ്യക്തിത്വങ്ങൾ. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. CMIയുടെ രൂപീകരണത്തിന് അല്ലെങ്കിൽ കാൽമെറ്റ് ഓഫ് മേരി ഇമാക്കുലേറ്റ് എന്ന ക്രൈസ്തവ സഭയുടെ രൂപീകരണത്തിന് ചാവറ അച്ഛനെ സഹായിച്ച വ്യക്തിത്വങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ പാലക്കൽ തോമാ മാൽപ്പൻ. പാലക്കൽ തോമാ മാൽപ്പൻ. പോരുകര തോമസ് മാൽപ്പൻ. പോരുകര തോമസ് മാൽപ്പൻ. ഇതെല്ലാ സുഹൃത്തുക്കൾക്കും അറിയാവുന്ന പോയിന്റ് ആണ്. അതിനോടൊപ്പം പഠിക്കുക ജേക്കബ് കണിയാന്താറ. മറക്കരുത്, ജേക്കബ് കണിയാന്താറയും ഉണ്ട്. CMIയുടെ രൂപീകരണത്തിന് അധികം ടെക്സ്റ്റ് ബുക്കുകൾ കണ്ടിട്ടില്ലാത്ത പേരാണ്, അതുകൊണ്ട് പഠിച്ചോളണേ. പാലക്കൽ തോമാ മാൽപ്പനും പോരുകര തോമസ് മാൽപ്പനും ജേക്കബ് കണിയാന്തറയും ചേർന്നാണ് CMIയുടെ രൂപീകരണത്തിന് ചാവറ അച്ഛനെ സഹായിച്ചത്. ഒന്നുകൂടി പറയാം, കൺഫ്യൂഷൻ വേണ്ട. CMIയുടെ രൂപീകരണത്തിന് ചാവറ അച്ഛനെ സഹായിച്ചത് 3 പ്രധാന വ്യക്തിത്വങ്ങൾ: പാലക്കൽ തോമാ മാൽപ്പനും പോരുകര തോമസ് മാൽപ്പനും. അതിനോടൊപ്പം നമ്മൾ പഠിക്കേണ്ട പേരാണ് ജേക്കബ് കണിയാന്തറ. പഠിക്കുക. ബേത്തുറൗമ എന്ന പേരിൽ മാന്നാനത്ത് ഭവനം നിർമ്മിച്ച നവോത്ഥാന നായകൻ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ചാവറ അച്ഛനാണ്. പഠിക്കുക, ഇമ്പോർട്ടന്റ് ആണ്. ബേത്തുറൗമ എന്ന പേരിൽ മാന്നാനത്ത് ഭവനം നിർമ്മിച്ച നവോത്ഥാന നായകൻ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ചാവറ അച്ഛനാണ്.
ബേത്തുറൗമ എന്ന വാക്കിന്റെ അർത്ഥം മലമുകളിലെ വീട് എന്നാണ്. ബേത്തുറൗമ എന്ന വാക്കിന്റെ അർത്ഥം മലമുകളിലെ വീട് എന്നാണ്. അപ്പോ ബേത്തുറൗമ എന്ന പേരില് മാന്നാനത്ത് ഭവനം നിർമ്മിച്ച നവോത്ഥാന നായകനായിരുന്നു ചോദിച്ചാൽ അത് ചാവറയച്ചനാണ്. ബേത്തുറൗമ എന്ന വാക്കിന്റെ അർത്ഥം മലമുകളിലെ വീടെന്നാണ്. CMI സഭയുടെ ആദ്യത്തെ സുപ്പീരിയർ ജനറൽ ആയിരുന്നു ചോദിച്ചാൽ അത് ചാവറയച്ചനായിരുന്നു. CMI സഭയുടെ ആദ്യത്തെ സുപ്പീരിയർ ജനറൽ ആയിരുന്ന വ്യക്തിയായിരുന്നു ചോദിച്ചാൽ അത് ചാവറയച്ചനായിരുന്നു. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ഇന്ത്യയിലെ ആദ്യത്തെ ക്രൈസ്തവ സഭ രൂപീകരിച്ചത് ചാവറയച്ചൻ. വർഷം 1831. ഇന്ത്യയിലെ ആദ്യത്തെ ക്രൈസ്തവ സഭ അറിയപ്പെടുന്ന പേര് കാൽമേറ്റ് ഓഫ് മേരി ഇമാക്കുലേറ്റ്. അവനെ നമ്മൾ ഷോർട്ട് ഫോമിൽ CMI എന്ന് വിളിക്കുന്നു. CMIയുടെ രൂപീകരണത്തിന് ചാവറയച്ചനെ സഹായിച്ച വ്യക്തിത്വങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ പാലക്കൽ തോമ മാൽപ്പൻ, പോരുകര തോമസ് മാൽപ്പൻ, അതുപോലെ ജേക്കബ് കണിയാന്തറ. ഇതും വ്യക്തമായിട്ട് പഠിക്കുക. ബേത്തുറൗമ എന്ന പേരിൽ മാന്നാനത്ത് ഭവനം നിർമ്മിച്ച നവോത്ഥാന നായകനായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അത് ചാവറയച്ചനാണ്. ബേത്തുറൗമ എന്ന വാക്കിനർത്ഥം ചോദിച്ചു കഴിഞ്ഞാൽ അത് മലമുകളിലെ വീട് എന്നാണ്. അതുപോലെ തന്നെ CMI സഭയുടെ ആദ്യത്തെ സുപ്പീരിയർ ജനറൽ ആയിരുന്ന വ്യക്തി ആരാണ്? ചാവറയച്ചനാണ്. പഠിക്കുക. ചാവറയച്ചൻ സ്ഥാപിച്ച ആദ്യത്തെ കന്യാസ്ത്രീ മഠമാണ് ചോദിക്കുന്നെങ്കിൽ അതാണ് കോൺഗ്രിഗേഷൻ ഓഫ് ദി മദേഴ്സ് കാർമൽ. അതിനെ നമ്മൾ ഷോർട്ട് ഫോമിൽ CMC എന്ന് വിളിക്കും കേട്ടോ. ചാവറയച്ചൻ സ്ഥാപിച്ച ആദ്യത്തെ കന്യാസ്ത്രീ മഠം ഏതെന്ന് ചോദിച്ചാൽ അത് കോൺഗ്രിഗേഷൻ ഓഫ് ദി മദർ കാർമൽ എന്നാണ് അതിന്റെ പേര്. ഇതിനെ നമ്മൾ ഷോർട്ട് ഫോമിൽ CMC എന്ന പേരിൽ വിളിക്കുന്നു. CMC സ്ഥാപിക്കുന്നതിന് വേണ്ടി ചാവറയച്ചനോടൊപ്പം പ്രവർത്തിച്ച വൈദികനായിരുന്നു ചോദിച്ചാൽ അതാണ് ലിയോപോൾഡ് ബൊക്കാറോ. പഠിച്ചോളനെ. CMC സ്ഥാപിക്കുന്നതിന് വേണ്ടി ചാവറയച്ചനോടൊപ്പം പ്രവർത്തിച്ച വൈദികനായിരുന്നു ചോദിച്ചാൽ അത് ലിയോപോൾഡ് ബൊക്കോറയാണ്. ഒന്നുകൂടി പറയാം, ചാവറയച്ചൻ സ്ഥാപിച്ച ആദ്യത്തെ കന്യാസ്ത്രീ മഠമേ എന്ന് ചോദിച്ചാൽ അത് കോൺഗ്രിഗേഷൻ ഓഫ് ദി മദർ കാർമൽ എന്നാണ്. ഇതിനെ ഷോർട്ട് ഫോമിൽ നമ്മൾ CMC എന്ന് വിളിക്കുന്നു. CMC സ്ഥാപിക്കുന്നതിന് വേണ്ടി ചാവറയച്ചനോടൊപ്പം പ്രവർത്തിച്ച വൈദികനായിരുന്നു ചോദിച്ചാൽ അത് ലിയോപോൾഡ് ബൊക്കാറോയാണ്. പേരെന്താണ്? ലിയോപോൾഡ് ബൊക്കാറോ. പഠിക്കുക. കേരളത്തിൽ വിദേശീയരുടെ സഹായമില്ലാതെ ആദ്യത്തെ അച്ചടിശാല സ്ഥാപിച്ചത് കുര്യാക്കോസ് ഏലിയാസ് ചാവറയച്ചനാണ്. മറക്കരുത്. കേരളത്തില് വിദേശീയരുടെ സഹായമില്ലാതെ ആദ്യത്തെ അച്ചടിശാല സ്ഥാപിച്ചതായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അത് കുര്യാക്കോസ് ഏലിയാസ് ചാവറയച്ചനാണ്. അതിനെ വാഴത്തട വിപ്ലവം എന്ന പേരിൽ അറിയപ്പെടുന്നു. അപ്പോൾ നമ്മുടെ ചാവറയച്ചൻ വിദേശികളുടെ സഹായമില്ലാതെ ആദ്യത്തെ അച്ചടിശാല സ്ഥാപിക്കുന്നു. ഇതിനെ അറിയപ്പെട്ട പേരാണ് വാഴത്തട വിപ്ലവം എന്ന് PSC ചോദിക്കാം. വാഴത്തട വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന നവോത്ഥാന നായകനാരെന്ന് ചോദിച്ചാൽ അത് ചാവറയച്ചനാണ്. വാഴത്തട വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന നവോത്ഥാന നായകനാരെന്ന് ചോദിച്ചാൽ അത് ചാവറയച്ചനാണ്. ചാവറയച്ചൻ സ്ഥാപിച്ച അച്ചടിശാലയുടെ പേരാണ് സെന്റ് ജോസഫ് പ്രസ്. മാന്നാനത്തായിരുന്നു അത് സ്ഥാപിച്ചത്. ചാവറയച്ചൻ സ്ഥാപിച്ച അച്ചടിശാലയുടെ പേരെന്താ സുഹൃത്തുക്കളെ? സെന്റ് ജോസഫ് പ്രസ്. അത് ആരംഭിച്ചത് എവിടെയാണ്? മാന്നാനത്താണ്. കേരളത്തിൽ സ്ഥാപിതമാകുന്ന മൂന്നാമത്തെ അച്ചടിശാല, തെറ്റരുത്, കേരളത്തിൽ സ്ഥാപിതമാകുന്ന മൂന്നാമത്തെ അച്ചടിശാലയാണ് സെന്റ് ജോസഫ് പ്രസ് മാന്നാനം. മറക്കരുത്. കേരളത്തിൽ സ്ഥാപിതമാകുന്ന മൂന്നാമത്തെ അച്ചടിശാല ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സെന്റ് ജോസഫ് പ്രസ്. എവിടെയാണ്? മാന്നാനത്താണ്. സെന്റ് ജോസഫ് പ്രസ് ചാവറയച്ചൻ സ്ഥാപിച്ച വർഷം 1846. സെന്റ് ജോസഫ് പ്രസ് ചാവറയച്ചൻ സ്ഥാപിച്ച വർഷം ചോദിച്ചാൽ 1846 ആണ്. സെന്റ് ജോസഫ് പ്രസിൽ അച്ചടിച്ച ആദ്യത്തെ പുസ്തകം ജ്ഞാനപീയൂഷം. PSCയുടെ പ്രീവിയസ് ചോദ്യമാണ്. സെന്റ് ജോസഫ് പ്രസിലെ അച്ചടിച്ച ആദ്യത്തെ പുസ്തകം ചോദിച്ചാൽ അത് ജ്ഞാനപീയൂഷമാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിച്ചിരിക്കുക. കേരളത്തിൽ വിദേശീയരുടെ സഹായമില്ലാതെ ആദ്യ അച്ചടിശാല സ്ഥാപിച്ചതാരെന്ന് ചോദിച്ചാൽ അത് കുര്യാക്കോസ് ഏലിയാസ് ചാവറയച്ചനാണ്. അതിനെ വാഴത്തട വിപ്ലവം എന്ന പേരിൽ അറിയപ്പെടുന്നു. ചാവറയച്ചൻ സ്ഥാപിച്ച അച്ചടിശാല എന്ന് ചോദിച്ചാൽ അത് സെന്റ് ജോസഫ് പ്രസ്. എവിടെയാ സ്ഥാപിച്ചത്? മാന്നാനത്താണ്. കേരളത്തിൽ സ്ഥാപിതമാകുന്ന മൂന്നാമത്തെ അച്ചടിശാല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സെന്റ് ജോസഫ് പ്രസ് മാന്നാനമാണ്. സെന്റ് ജോസഫ് പ്രസ് ചാവറയച്ചൻ സ്ഥാപിച്ച വർഷം 1846. സെന്റ് ജോസഫ് പ്രസിൽ അച്ചടിച്ച ആദ്യത്തെ പുസ്തകം ചോദിച്ചാൽ അത് ജ്ഞാനപീയൂഷമാണ്. ഏതാണ്? ജ്ഞാനപീയൂഷമാണ്. തൃശ്ശൂരിലെ കൂനൻമാവിൽ അച്ചടിശാല സ്ഥാപിച്ചത് ചാവറയച്ചൻ. പഠിച്ചോളണേ. തൃശ്ശൂരിലെ കൂനൻമാവിലെ അച്ചടിശാല സ്ഥാപിച്ചതാരെന്ന് ചോദിച്ചാൽ അത് ചാവറയച്ചനാണ്. ദീപിക പത്രമാദ്യമായി അച്ചടിച്ച പ്രസ് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സെന്റ് ജോസഫ് പ്രസ്. പ്രീവിയസ് ചോദ്യമാണ്. ദീപിക എന്ന പത്രം ആദ്യമായി അച്ചടിച്ച പ്രസ് എന്ന് ചോദിച്ചാൽ അത് സെന്റ് ജോസഫ് പ്രസ് ആണ്.
ദീപിക പത്രം പുറത്തിറങ്ങിയ വർഷം 1887. വീണ്ടും പ്രീവിയസ് ചോദ്യത്തിലേക്ക് വന്നിരിക്കുന്നു. ദീപിക പത്രം പുറത്തിറക്കിയ വർഷം ചോദിച്ചു കഴിഞ്ഞാൽ അത് 1887. കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന പ്രചാരത്തിലിരിക്കുന്ന ദിനപത്രം എന്ന് ചോദിച്ചാൽ അത് ദീപികയാണ്. കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്നതും ഇപ്പോൾ പ്രചാരത്തിലിരിക്കുന്നതുമായ ദിനപത്രം എന്ന് ചോദിച്ചാൽ അത് ദീപികയാണ്. നസ്രാണി ദീപിക എന്ന പത്രത്തിന്റെ സ്ഥാപകനാണ് നിധിയിരിക്കൽ മാണിക്കത്തനാർ. ഒരുപാട് തവണ പ്രീവിയസ് ആയി ചോദിച്ച ചോദ്യം. നസ്രാണി ദീപിക എന്ന പത്രത്തിന്റെ സ്ഥാപകൻ ചോദിച്ചാൽ അത് നിധിയിരിക്കൽ മാണിക്കത്തനാറാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ഇമ്പോർട്ടന്റ് ഒത്തിരി പോയിന്റ്സിലൂടെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. തൃശ്ശൂരിലെ കൂനൻമാവിൽ അച്ചടിശാല സ്ഥാപിച്ചതായിരുന്നു ചോദിച്ചാൽ അത് ചാവറയച്ചനാണ്. ദീപിക പത്രം ആദ്യമായി അച്ചടിച്ച പ്രസ് എന്ന് ചോദിച്ചാൽ അത് സെന്റ് ജോസഫ് പ്രസ്. എവിടെയാണ്? മാന്നാനത്ത് നിന്നാണ്. ദീപിക പത്രം പുറത്തിറങ്ങിയ വർഷം 1887. ഇത് പ്രീവിയസ് ചോദ്യമാണ്, നന്നായിട്ട് പഠിച്ചോളണേ. കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന എന്നാൽ ഇപ്പോഴും പ്രചാരത്തിലിരിക്കുന്ന ദിനപത്രം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ദീപികയാണ്. നസ്രാണി ദീപിക എന്ന പത്രത്തിന്റെ സ്ഥാപകൻ ചോദിച്ചാൽ അത് നിധിയിരിക്കൽ മാണിക്കത്തനാറാണ്. ആരാണ്? നിധിയിരിക്കൽ മാണിക്കത്തനാറാണ്. പഠിക്കുക. ചാവറയച്ചൻ ദളിതരുടെയും പിന്നോക്കാവസ്ഥയിലുള്ളവരുടെയും കുട്ടികളുടെ പഠനാർത്ഥം മാന്നാനത്ത് കൂനന്മാവിലും സംസ്കൃത വിദ്യാലയങ്ങൾ സ്ഥാപിച്ചു. വർഷം 1846. പഠിക്കുക. ചാവറയച്ചൻ ദളിതരുടെയും പിന്നോക്കാവസ്ഥയിലുള്ളവരുടെയും കുട്ടികളുടെ പഠനാർത്ഥം മാന്നാനത്തും കൂനന്മാവിലും സംസ്കൃത വിദ്യാലയങ്ങൾ സ്ഥാപിച്ചു. വർഷം 1846. അധകൃതരായ ദളിതർക്കു വേണ്ടി മാന്നാനത്തും ആർപ്പൂക്കരയിലും പ്രാഥമിക വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ സ്ഥാപിച്ച നവോത്ഥാന നായകനായിരുന്നു ചോദിച്ചാൽ അത് നമ്മുടെ ചാവറയച്ചനാണ്. രണ്ട് പ്രധാനപ്പെട്ട പോയിന്റ് ഇവിടെ പറഞ്ഞേ. ചാവറയച്ചൻ ദളിതരുടെയും പിന്നോക്കാവസ്ഥയിലുള്ളവരുടെയും കുട്ടികളുടെ പഠനാർത്ഥം മാന്നാനത്ത് കൂനന്മാവിലും സംസ്കൃത വിദ്യാലയങ്ങൾ സ്ഥാപിച്ചു. വർഷം 1846. അതുപോലെ തന്നെ അധകൃതരായ ദളിതർക്കു വേണ്ടി മാന്നാനത്തും ആർപ്പൂക്കരയിലും പ്രാഥമിക വിദ്യാഭ്യാസ കേന്ദ്രങ്ങളും ആരംഭിച്ചു. വിദ്യാഭ്യാസത്തിന് പുറമെ ഭക്ഷണം, വസ്ത്രം, പുസ്തകങ്ങൾ മുതലായവ സൗജന്യമായി നൽകിയിരുന്നു. ആരാണ്? ചാവറയച്ചൻ. ചാവറയച്ചന്റെ വിദ്യാലയങ്ങളില് വിദ്യാഭ്യാസത്തിന് പുറമെ അവിടെ വരുന്ന കുട്ടികൾക്ക് ഭക്ഷണവും വസ്ത്രവും പുസ്തകങ്ങളും നൽകിയിരുന്നു. സൗജന്യ വിദ്യാഭ്യാസം നൽകുന്നതിന് വേണ്ടി പള്ളികൾക്കൊപ്പം പള്ളിക്കൂടം എന്ന ആശയം മുന്നോട്ട് വെച്ച നവോത്ഥാന നായകൻ ചാവറയച്ചൻ. പ്രീവിയസ് ചോദ്യമാണ്. സൗജന്യ വിദ്യാഭ്യാസം നൽകുന്നതിന് വേണ്ടി പള്ളികൾക്കൊപ്പം പള്ളിക്കൂടം എന്ന ആശയം മുന്നോട്ട് വെച്ച നവോത്ഥാന നായകനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ചാവറയച്ചനാണ്. ചാവറയച്ചൻ പള്ളിക്കൂടങ്ങൾ ആരംഭിച്ച വർഷം 1865. ഡേറ്റ് പഠിച്ചോളണേ. ചാവറയച്ചൻ പള്ളിക്കൂടങ്ങൾ ആരംഭിച്ച വർഷം ചോദിച്ചു കഴിഞ്ഞാൽ അത് 1865. പള്ളിക്കൂടങ്ങൾ നിർമ്മിക്കാത്ത പള്ളികളെ പള്ളിമുടക്ക് കൽപ്പിച്ച നവോത്ഥാന നായകനായിരുന്നു ചോദിച്ചാൽ അത് ചാവറയച്ചനാണ്. മോസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് പറഞ്ഞത്. പള്ളിക്കൂടങ്ങൾ നിർമ്മിക്കാതെ പള്ളികളെ പള്ളിമുടക്ക് കൽപ്പിച്ച നവോത്ഥാന നായകനായിരുന്നു ചോദിച്ചാൽ അത് ചാവറയച്ചനാണ്. പെൺകുട്ടികൾക്കായി ആദ്യ ബോർഡിംഗ് സ്കൂള് കൂനന്മാവിൽ ആരംഭിച്ചത് ചാവറയച്ചനാണ്. പഠിച്ചോളണേ. പെൺകുട്ടികൾക്കായിട്ട് ആദ്യത്തെ ബോർഡിംഗ് സ്കൂള് കൂനന്മാവിൽ ആരംഭിച്ചതായിരുന്നു ചോദിച്ചാൽ അത് ചാവറയച്ചനാണ്. ഉച്ചഭക്ഷണത്തിനായി വിദ്യാലയങ്ങളിൽ ചാവറയച്ചൻ ആരംഭിച്ച സംരംഭം അറിയപ്പെടുന്ന പേരാണ് പിടിയരി സമ്പ്രദായം. പ്രീവിയസ് ചോദ്യമാണ്. പഠിക്കുക. ഉച്ചഭക്ഷണത്തിനായി വിദ്യാലയങ്ങളിൽ ചാവറയച്ചൻ ആരംഭിച്ച സംരംഭം അറിയപ്പെടുന്ന പേരാണ് പിടിയരി സമ്പ്രദായം. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിച്ചിരിക്കുക. ചാവറയച്ചൻ ദളിതരുടെയും പിന്നോക്കാവസ്ഥയിലുമുള്ള കുട്ടികളുടെയും പഠനാർത്ഥം മാന്നാനത്തും കൂനന്മാവിലും സംസ്കൃത വിദ്യാലയങ്ങൾ ആരംഭിച്ചു. വർഷം 1846. അധകൃതരായ ദളിതർക്കു വേണ്ടി മാന്നാനത്തും ആർപ്പൂക്കരയിലും പ്രാഥമിക വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ ആരംഭിച്ച നവോത്ഥാന നായകനായിരുന്നു ചോദിച്ചാൽ അത് ചാവറയച്ചനാണ്. വിദ്യാഭ്യാസത്തിന് പുറമെ ഭക്ഷണവും വസ്ത്രവും പുസ്തകങ്ങൾ മുതലായവ സൗജന്യമായി നൽകിയിരുന്നു. സൗജന്യ വിദ്യാഭ്യാസം നൽകുന്നതിന് വേണ്ടി പള്ളികൾക്കൊപ്പം പള്ളിക്കൂടം എന്ന ആശയം മുന്നോട്ട് വെച്ച നവോത്ഥാന നായകൻ ചാവറയച്ചനാണ്. ചാവറയച്ചൻ പള്ളിക്കൂടങ്ങൾ ആരംഭിച്ച വർഷം 1865. പള്ളിക്കൂടങ്ങൾ നിർമ്മിക്കാത്ത പള്ളികളെ പള്ളിമുടക്ക് കൽപ്പിച്ച നവോത്ഥാന നായകനായിരുന്നു ചോദിച്ചാൽ അത് ചാവറയച്ചനാണ്. പെൺകുട്ടികൾക്കായിട്ട് ആദ്യത്തെ ബോർഡിംഗ് സ്കൂൾ കൂനന്മാവിൽ ആരംഭിച്ച നവോത്ഥാന നായകൻ ചാവറയച്ചൻ. ഉച്ചഭക്ഷണത്തിനായി വിദ്യാലയങ്ങളിൽ ചാവറയച്ചൻ ആരംഭിച്ച സംരംഭമാണ് പിടിയരി സമ്പ്രദായം. എന്താണ് പിടിയരി സമ്പ്രദായം? പാശ്ചാത്യ മാതൃക കൈക്കൊണ്ട കേരളത്തിലെ ക്രിസ്തീയ സഭകളെ ശക്തമായി എതിർത്ത നവോത്ഥാന നായകനാണെന്ന് ചോദിച്ചാൽ അത് ചാവറയച്ചനാണ്. പഠിക്കണേ. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് പറഞ്ഞത്. പാശ്ചാത്യ മാതൃക കൈക്കൊണ്ട കേരളത്തിലെ ക്രിസ്തീയ സഭകളെ ശക്തമായി എതിർത്ത നവോത്ഥാന നായകനായിരുന്നു ചോദിച്ചാൽ അത്
ചാവറയച്ചനാണ്. ചാവറയച്ചൻ ഇതിനായി സ്ഥാപിച്ച സെമിനാരികൾ PSCയുടെ ഇപ്പോഴത്തെ ചോദ്യങ്ങളിലുണ്ട്, അതുകൊണ്ട് പഠിക്കുക. മാന്നാനം സെമിനാരി 1833, മാന്നാനം സെമിനാരി 1833. വാഴക്കുളം സെമിനാരി 1866, വാഴക്കുളം സെമിനാരി 1866 നിർമ്മിച്ചു. എൽത്തുരുത്തി സെമിനാരി 1868, എൽത്തുരുത്തി സെമിനാരി 1868. പുളിങ്കുന്നിൽ സെമിനാരി 1872, പുളിങ്കുന്നിൽ സെമിനാരി 1872 നിർമ്മിച്ചു. അപ്പോ പാശ്ചാത്യ മാതൃക കൈക്കൊണ്ട കേരളത്തിലെ ക്രിസ്തീയ സഭകളെ ശക്തമായി എതിർത്തിരുന്ന നവോത്ഥാന നായകൻ ആരെന്ന് ചോദിച്ചാൽ അത് ചാവറയച്ചനാണ്. ഇങ്ങനെ എതിർക്കുന്നതിന് വേണ്ടി ചാവറയച്ചന് സെമിനാരികൾ സ്ഥാപിച്ചിരുന്നു. അത് എവിടെയൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാന്നാന സെമിനാരി വർഷം 1833, വാഴക്കുളം സെമിനാരി വർഷം 1866, എൽത്തുരുത്തി സെമിനാരി വർഷം 1868, പുളിങ്കുന്നത്ത് സെമിനാരി വർഷം 1872. ഇത്രയും ഭാഗം സുഹൃത്തുക്കൾ വ്യക്തമായിട്ട് പഠിക്കുക, ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. കൈനകരിയിലെ ആദ്യത്തെ ജീവകാരുണ്യ സംഘടനയായ കോൺഫ്രാറ്റേണിറ്റി ഓഫ് സെന്റ് ജോസഫ് ഫോർ ഹാപ്പി ഡെത്ത് സ്ഥാപിച്ചതായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അത് ചാവറ ഏലിയാസ് അച്ഛനാണ്. പഠിക്കുക. കൈനകരിയിലെ ആദ്യത്തെ ജീവകാരുണ്യ സംഘടനയായ കോൺഫ്രാറ്റേണിറ്റി ഓഫ് സെന്റ് ജോസഫ് ഫോർ ഹാപ്പി ഡെത്ത് സ്ഥാപിച്ചതായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അത് ചാവറയച്ചനാണ്. അമലോത്ഭവദാസ സംഘം സ്ഥാപിച്ചത് ചാവറയച്ചൻ. പ്രീവിയസ് ചോദ്യമാണ്. അമലോത്ഭവദാസ സംഘം സ്ഥാപിച്ചത് ആരാണ്? ചാവറയച്ചനാണ്. സമൂഹത്തിലെ ദരിദ്രർക്കും വാർദ്ധക്യം ബാധിച്ചവർക്കുമായുള്ള ഉപവശാല എന്ന പേരിൽ അനാഥാലയങ്ങൾ സ്ഥാപിച്ച നവോത്ഥാന നായകൻ. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് പറഞ്ഞത്, ചാവറയച്ചനാണ്. സമൂഹത്തിലെ ദരിദ്രർക്കും വാർദ്ധക്യം ബാധിച്ചവർക്കുമായിട്ട് ഉപവിശാല എന്ന പേരിൽ അനാഥാലയങ്ങൾ സ്ഥാപിച്ച നവോത്ഥാന നായകൻ ആരെന്ന് ചോദിച്ചാൽ അത് ചാവറയച്ചനാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, പാശ്ചാത്യ മാതൃക കൈക്കൊണ്ട കേരളത്തിലെ ക്രിസ്തീയ സഭകളെ ശക്തമായി എതിർത്തുന്ന നവോത്ഥാന നായകൻ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ചാവറയച്ചനാണ്. ഇതിനുവേണ്ടി ചാവറയച്ചൻ സ്ഥാപിച്ച സെമിനാരികള് മാന്നാനം സെമിനാരി 1833, വാഴക്കുളം സെമിനാരി 1866, എൽത്തുരുത്തി സെമിനാരി 1868, പുളിങ്കുന്നിൽ സെമിനാരി 1872. കൈനഗിരിയിലെ ആദ്യത്തെ ജീവകാരുണ്യ സംഘടനയായ കോൺഫ്രാറ്റേണിറ്റി ഓഫ് സെന്റ് ജോസഫ് ഫോർ ഹാപ്പി ഡെത്ത് സ്ഥാപിച്ചതാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ചാവറയച്ചനാണ്. അമലോത്ഭവ ദാസ സംഘം സ്ഥാപിച്ചതാരെന്ന് ചോദിച്ചാൽ ചാവറയച്ചനാണ്. സമൂഹത്തിലെ ദരിദ്രർക്കും വാർദ്ധക്യം ബാധിച്ചവർക്കും വേണ്ടി ഉപവിശാല എന്ന പേരിൽ അനാഥാലയങ്ങൾ സ്ഥാപിച്ച നവോത്ഥാന നായകനാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ചാവറയച്ചനാണ്. പഠിക്കുക. ചാവറയച്ചന്റെ സ്റ്റാമ്പ് പുറത്തിറങ്ങിയ വർഷം 1987. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് പറഞ്ഞത്. ചാവറയച്ചന്റെ സ്റ്റാമ്പ് പുറത്തിറങ്ങിയ വർഷം 1987. 60 പൈസയായിരുന്നു സ്റ്റാമ്പിന്റെ വില. സ്റ്റാമ്പിന്റെ വില എത്രയായിരുന്നു? 60 പൈസയായിരുന്നു. ചാവറയച്ചൻ മരണപ്പെട്ടത് കൂനന്മാവിൽ വെച്ച്. ചാവറയച്ചൻ മരണപ്പെട്ടത് കൂനന്മാവിൽ വെച്ചാണ്. പ്രീവിയസ് ചോദ്യം. ചാവറയച്ചൻ ഭൗതികാവശിഷ്ടം സൂക്ഷിച്ചിരിക്കുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ അത് മാന്നാനത്താണ്. ഇതാണ് കൺഫ്യൂഷൻ ഉണ്ടാകുന്നത്. ചാവറയച്ചൻ മരണപ്പെട്ടത് കൂനന്മാവിൽ വെച്ചാണ്. ചാവറയച്ചന്റെ ഭൗതികാവശിഷ്ടം ഇപ്പോൾ സൂക്ഷിച്ചിരിക്കുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ അത് മാന്നാനത്താണ്. ചാവറയച്ചനെ ധന്യൻ പദവിയിലേക്ക് ഉയർത്തിയത് 1984 ഏപ്രിൽ മാസം 7-ാം തീയതി. ചാവറയച്ചനെ ധന്യൻ പദവിയിലേക്ക് ഉയർത്തിയത് 1984 ഏപ്രിൽ മാസം 7-ാം തീയതിയാണ്. ചാവറയച്ചനെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചത് 1986 ഫെബ്രുവരി മാസം 8-ാം തീയതി. ഡേറ്റുകൾ പഠിച്ചോളണേ. ചാവറയച്ചനെ ധന്യൻ പദവിയിലേക്ക് ഉയർത്തിയത് 1984 ഏപ്രിൽ 7-നും ചാവറയച്ചനെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചത് 1986 ഫെബ്രുവരി മാസം 8-ാം തീയതിയും. ചാവറയച്ചനെ വിശുദ്ധനായി പ്രഖ്യാപിച്ചത് 2014 നവംബർ 23. ആദ്യത്തെ 2 വർഷങ്ങൾ പഠിച്ചില്ലെങ്കിലും ഈ വർഷം പഠിക്കണം. ചാവറയച്ചനെ വിശുദ്ധനായി പ്രഖ്യാപിച്ചത് 2014 നവംബർ മാസം 23-ാം തീയതിയാണ്. ചാവറയച്ചനൊപ്പം വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട വ്യക്തി ആരെന്ന് ചോദിച്ചാൽ അത് ഏവുപ്രാസി അമ്മയാണ്. ആരാണ്? ഏവുപ്രാസി അമ്മയാണ്. ചാവറയച്ചന്റെ 180-ാം ചരമവാർഷികം ആചരിച്ചത് 2022. കറണ്ട് അഫയേഴ്സ് മേഖലയിൽ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ചാവറയച്ചന്റെ 180-ാം ചരമവാർഷികം ആചരിച്ചത് 2022. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ചാവറയച്ചന്റെ സ്റ്റാമ്പ് പുറത്തിറങ്ങിയ വർഷം 1987. 60 പൈസയായിരുന്നു സ്റ്റാമ്പിന്റെ വില എന്ന് പറയുന്നത്. ചാവറയച്ചൻ മരണപ്പെട്ട സ്ഥലം ചോദിച്ചാൽ അത് കൂനന്മാവിൽ വെച്ചാണ്. എന്നാൽ ചാവറയച്ചന്റെ ഭൗതികാവശിഷ്ടം ഇപ്പോൾ സൂക്ഷിച്ചിരിക്കുന്നത് മാന്നാനത്താണ്. ചാവറയച്ചന്റെ ധന്യൻ പദവിയിലേക്ക് ഉയർത്തിയതെന്ന് ചോദിച്ചാൽ 1984 ഏപ്രിൽ 7-നാണ്.
ചാവറയച്ചനെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചത് 1986 ഫെബ്രുവരി മാസം 8-ാം തീയതിയാണ്. ഇവിടെ നിന്ന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാനുള്ളത് ചാവറയച്ചനെ വിശുദ്ധനായി പ്രഖ്യാപിച്ചത് 2014 നവംബർ മാസം 23-ാം തീയതി. ചാവറയച്ചനൊപ്പം വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട വ്യക്തി ഏവു പ്രാസി അമ്മയാണ്. അതുപോലെ ചാവറയച്ചന്റെ 180-ാം ചരമവാർഷികം ആചരിച്ചത് 2022 പഠിക്കുക. നമുക്ക് ഇനി ചാവറയച്ചന്റെ പ്രധാന പുസ്തകങ്ങൾ നോക്കാം. ആത്മാനുതാപം നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ചാവറയച്ചൻ എഴുതിയ മഹാകാവ്യമാണ് ആത്മാനുതാപം. അനസ്താഷ്യയുടെ രക്തസാക്ഷിത്വം. എന്താണ് അനസ്താക്ഷ്യയുടെ രക്തസാക്ഷിത്വം? നളാഗമങ്ങൾ. ധ്യാനസല്ലാപങ്ങൾ. എന്താണ് ധ്യാനസല്ലാപങ്ങൾ? നല്ല അപ്പന്റെ ചാവരുൾ. പഠിക്കുക, നല്ലയപ്പന്റെ ചാവരുൾ. കനോന നമസ്കാരം. മരണപർവം. 40 മണികളുടെ ക്രമം. മരണ വീട്ടിൽ പാടുവാനുള്ള പാന. ഇത്രയുമാണ് ചാവറയച്ചന്റെ പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ. ആത്മാനുതാപം, അനസ്താഷ്യയുടെ രക്തസാക്ഷിത്വം, നളാഗമങ്ങൾ, ധ്യാനസല്ലാപങ്ങൾ, നല്ല അപ്പന്റെ ചാവുരുൾ, കനോന നമസ്കാരം, മരണപർവം, 40 മണികളുടെ ക്രമം, മരണ വീട്ടിൽ പാടുവാനുള്ള പാന. ഇത്രയും സുഹൃത്തുക്കൾ വ്യക്തമായിട്ട് പഠിക്കുവാൻ ശ്രമിക്കുക. ഇനി ഇത് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള സുഹൃത്തുക്കൾ വിഷമിക്കേണ്ട. നമ്മുടെ കയ്യിൽ ഒരു ഈസി കോഡ് ഉണ്ട്. ഈ ഈസി കോഡ് പഠിക്കുന്നതോടുകൂടി ചാവറ, കുര്യാക്കോസ്, ഏലിയാസ് അച്ഛൻ എഴുതിയ എല്ലാ പുസ്തകങ്ങളും സുഹൃത്തുക്കളുടെ കയ്യിൽ ലഭിക്കും. ഇത് 2 പ്രധാനപ്പെട്ട കോഡുകളായിട്ട് നമ്മൾ തിരിച്ചിട്ടുണ്ട്. പഠനാവശ്യത്തിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ പഠനം എളുപ്പമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് 2 കോഡുകളായിട്ട് നമ്മൾ തിരിച്ചിട്ടുള്ളത്. കോഡ് ഇത്രയേ ഉള്ളൂ സുഹൃത്തുക്കളെ. പഠിക്കുക. ചാവറ അപ്പൻ ആത്മാവിൽ അനസ്തേഷ്യ കൊണ്ട് മരണപ്പെട്ടു. ചാവറ അപ്പൻ ആത്മാവിൽ അനസ്തേഷ്യ കൊണ്ട് മരണപ്പെട്ടു എന്നങ്ങ് പഠിക്കുക. ഒന്നുകൂടി കോഡ് പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിച്ചിരിക്കുക. ചാവറ അപ്പൻ ആത്മാവിൽ അനസ്തേഷ്യ കൊണ്ട് മരണപ്പെട്ടു എന്നങ്ങ് പഠിക്കുക. ചാവറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാവറ, കുര്യാക്കോസ്, ഏലിയാസ് അച്ഛനെ സൂചിപ്പിക്കുന്നു. ചാവറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാവറ, കുര്യാക്കോസ്, ഏലിയാസ് അച്ഛനെ സൂചിപ്പിക്കുന്നു. അപ്പൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നല്ലപ്പന്റെ ചാവരുൾ എന്നുള്ള പുസ്തകത്തെ സൂചിപ്പിക്കുന്നു. അപ്പൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നല്ലപ്പന്റെ ചാവരുൾ എന്നുള്ള പുസ്തകത്തെ സൂചിപ്പിക്കുന്നു. ആത്മാവിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാനുതാപം. അനസ്തേഷ്യ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തെന്ന് ചോദിച്ചാല് അനസ്താഷ്യയുടെ രക്തസാക്ഷിത്വമാണ്. ഇനി അനസ്തേഷ്യയുടെ രക്തസാക്ഷിത്വം എന്ന് പഠിച്ചാലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് ക്വസ്റ്റ്യനിലെ ഓപ്ഷൻ കാണുമ്പോൾ ഉത്തരം കിട്ടിയാൽ മതി. അപ്പോ അനസ്താഷ്യയുടെ രക്തസാക്ഷിത്വം എന്ന് പഠിക്കുന്നതിന് പകരം അനസ്തേഷ്യയുടെ രക്തസാക്ഷിത്വം എന്ന് പഠിച്ചാലും മതി. നമുക്ക് ഓപ്ഷനിൽ ഉത്തരം ലഭിക്കുന്നതാണ്. മരണപ്പെട്ടു എന്ന് പറയുന്നതിൽ 2 പ്രധാനപ്പെട്ട പുസ്തകങ്ങളുണ്ട്. ഒന്ന് മരണപർവവും, അതുപോലെ തന്നെ മരണ വീട്ടിൽ പാടുവാനുള്ള പാനയും. ഇത് 2 പഠിച്ചോളണേ, ഇമ്പോർട്ടന്റ് ആണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ. കോഡ് എന്തായിരുന്നു? ചാവറ അപ്പൻ ആത്മാവിൽ അനസ്തേഷ്യ കൊണ്ട് മരണപ്പെട്ടു എന്നങ്ങ് പഠിക്കുക. ചാവറ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചാവറ, കുര്യാക്കോസ്, ഏലിയാസ് അച്ഛനെ സൂചിപ്പിക്കുന്നു. അപ്പൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അപ്പന്റെ ചാവുരുൾ എന്നുള്ള പുസ്തകത്തെ സൂചിപ്പിക്കുന്നു. ആത്മാവിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാനുതാപത്തെ സൂചിപ്പിക്കുന്നു. അതുപോലെ അനസ്തേഷ്യ എന്ന് പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അനസ്താഷ്യയുടെ രക്തസാക്ഷിത്വത്തെ സൂചിപ്പിക്കുന്നു. അതുപോലെ മരണപ്പെട്ടു എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത് 2 പ്രധാനപ്പെട്ട പുസ്തകങ്ങള്, മരണപർവവും മരണ വീട്ടിൽ പാടുവാനുള്ള പാനയും. ഏതൊക്കെയാണ് പുസ്തകങ്ങള്? മരണപർവവും മരണ വീട്ടിൽ പാടുവാനുള്ള പാനയും പഠിക്കുക. നമ്മുടെ 2ാമത്തെ കോഡിലേക്ക് പോവുകയാണ്. ഇതറിഞ്ഞ നളൻ 40 മണിവരെ ധ്യാനത്തിലിരുന്നു എന്നങ്ങ് പഠിക്കുക. ഇതറിഞ്ഞ നളൻ 40 മണിവരെ ധ്യാനത്തിലിരുന്നു എന്നങ്ങ് പഠിക്കുക. എന്താണ് ധ്യാനത്തിൽ ഇരുന്നു എന്നങ്ങ് പഠിക്കുക? എന്തറിഞ്ഞതാ സുഹൃത്തുക്കളെ? നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ ചാവറ അപ്പം മരണപ്പെട്ടു എന്ന്. അത് അറിഞ്ഞതുകൊണ്ടാണ് കേട്ടോ. അതറിഞ്ഞ നളൻ 40 മണിവരെ ധ്യാനത്തിലിരുന്നു എന്നങ്ങ് പഠിക്കുക. ഇതിൽ നളൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നളാഗമങ്ങൾ. 40 മണി എന്ന് പറഞ്ഞാൽ 40 മണികളുടെ ക്രമം. 40 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 40 മണികളുടെ ക്രമം. ധ്യാനത്തിലിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധ്യാനസല്ലാപങ്ങൾ. ധ്യാനത്തിലിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ധ്യാനസല്ലാപം പഠിക്കുക സുഹൃത്തുക്കൾ. ഒന്നുകൂടി കോഡ് പറയാം. ഇതറിഞ്ഞ നളൻ 40 മണിവരെ ധ്യാനത്തിലിരുന്നു എന്നങ്ങ് പഠിക്കുക. നളൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നളാഗമങ്ങൾ. 40 മണി എന്ന് വെച്ചാൽ 40 മണിയുടെ ക്രമം. അതുപോലെ ധ്യാനത്തിലിരുന്നു എന്ന് പറഞ്ഞാല്
ധ്യാന സല്ലാപങ്ങൾ. ഇത്രയുമായിരുന്നു നമ്മൾ ചാവറ കുര്യാക്കോസ് ഏലിയാ സച്ചിനെ കുറിച്ച് പഠിച്ചത്. LD മുതൽ ഡിഗ്രി വരെയുള്ള ഏതൊരു ഉദ്യോഗാർത്ഥിക്കും ഈ ഒരു ക്ലാസ് ഉപയോഗിക്കാൻ കഴിയും. അത്ര ഡീപ്പ് ലെവലിലുള്ള പോയിന്റ്സ് വരെ നമ്മൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇത്രയും നേരം ഈ വീഡിയോ കണ്ട സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. സബ്സ്ക്രൈബ് ബട്ടണോട് ചേർന്നുള്ള ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങളിലെത്തുന്നതാണ്. സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നല്ലൊരു ദിവസം നേരുന്നു.